വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്, മോശയോട് ദൈവം അറിയിച്ചു, മോശെ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണം. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഫിസിക്കലായ ഒബീഡിയൻസുകൾ, ശാരീരികമായ അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറയണം, കൈത്താങ്ങലുകൾ ആവശ്യമാണ്. ഇപ്പുറത്തിരിക്കുന്ന ആളിനോട് പറയണം, ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. അവന്റെ മക്കളുമാര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, അതേ സ്വഭാവം നിങ്ങളും കാണിക്കണം. യുദ്ധം നടക്കുന്ന സമയത്ത് താഴ്വരയിൽ അതിശക്തമായ യുദ്ധം ജോഷുവയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്, മോശയോട് ദൈവം അറിയിച്ചു, മോശെ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണം. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഫിസിക്കലായ ഒബീഡിയൻസുകൾ, ശാരീരികമായ അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. കൈ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞത് മോശയോടാണ്. കൈ ഉയർത്തേണ്ടത് മോശയാണ്. വല്ലോനും കൈ ഉയർത്തിപ്പിടിച്ചാൽ പറ്റുകയില്ല. മോശയോട് കൈ ഉയർത്താൻ പറഞ്ഞെങ്കിൽ മോശ തന്നെ കൈ ഉയർത്തണം. അതൊരു ഫിസിക്കൽ ഒബീഡിയൻസ് ആണ്, ശാരീരികമായി കാണിക്കുന്ന അനുസരണം. കാരണം ശരീരത്തിന്റെ ഭാഗമാണ് കൈ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ മോശയുടെ കരം മണിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ച് ആ കൈ കിഴയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം പതുക്കെ പരാജയപ്പെടാൻ തുടങ്ങി. അമാല്യോക്യർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. താഴ്വരയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് പടവെട്ടി പോരാടുന്ന ജോഷുവ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കുകയാണോ എന്ന്. കാരണം കായിക ബലം കൊണ്ടല്ല ഈ യുദ്ധം ജയിക്കേണ്ടത്, ഇത് ആത്മതലത്തിലെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ വീറും വാശിയും ഊരും കുറയുമ്പോൾ ജോഷുവയ്ക്ക് മനസ്സിലായി, എവിടെയോ മോശയുടെ കരം കിഴയ്ക്കുന്നുണ്ട് എന്ന്. ആ ഫിസിക്കൽ ഒബീഡിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനകത്തും. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഗൗരവമായി പഠിപ്പിക്കും. അവിടെ അഹരോനും ഹൂരും രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മോശയുടെ കരം താങ്ങിപ്പിടിച്ചു. കൈ കൊടുത്ത് പറയുക, കൈത്താങ്ങൽ. ആ കരം താങ്ങിപ്പിടിച്ചതിൽ ഒരു വ്യക്തിയാണ് ഹൂര് എന്ന് പറയുന്നത്. ചരിത്രങ്ങൾ പലത് പിന്നിടുമ്പോൾ പുറപ്പാട് 35:30 വാക്യം നോക്കുവിൻ, യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചു. ദൈവം ആരെയാണ് പേർ ചൊല്ലി വിളിച്ചത്? ഹൂരിന്റെ കൊച്ചുമകനെ. ആരാണ് ഹൂര്? മോശയുടെ കൈ താങ്ങിയ മനുഷ്യൻ. എന്തായിരുന്നു ബെസലേലിന്റെ പ്രത്യേകത? 33 വാക്യത്തിൽ ബെസലേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരുന്നു. എത്ര ശക്തമേറിയ ഒരു വാക്കാണെന്നറിയാതെ. ദിവ്യാത്മാവിനാൽ. That is not a normal spirit, that is a divine spirit. ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു.
അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു സകലവും. ബെസലേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവൻ സങ്കൽപ്പിക്കുന്നത്, അവൻ ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുവായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയ മക്കളെ, യൗവനക്കാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ആത്മീക മക്കളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ മക്കളുമാർ, നിങ്ങളുടെ തലമുറകൾ ദിവ്യാത്മാവിനാൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ആർക്കുമില്ലാത്ത ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യങ്ങളുമുള്ള നല്ല കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അവരുടെ മൈൻഡിൽ അവർക്ക് ഇമാജിൻ, ക്രിയേറ്റിവിറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു. സമാഗമന കൂടാരം പണിയാൻ ആ സമാഗമന കൂടാരത്തിന്റെ പടം വരച്ച ആർക്കിടെക്ട് ബെസലേലാണ്. എന്താ സമാഗമന കൂടാരം? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ, ദൈവമഹത്വത്തിന്റെ നടുവിൽ പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ ഗ്ലോറി, മേഘം ഇറങ്ങി വന്ന സ്ഥലം. ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച ഇടം, ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ച ഇടം. ഈ നിലകളിൽ ദൈവം ഇറങ്ങി വന്ന സമാഗമന കൂടാരം. സമാഗമന കൂടാരം പണിയുക എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് ഇറങ്ങി വരാനുള്ള ആലയം പണിതു. അത് ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ നിലയിൽ. വിളക്കിരിക്കേണ്ടടുത്ത് വിളക്ക്, തിരശീല വരേണ്ടടുത്ത് തിരശീല, നിയമപ്പെട്ടകം വരേണ്ടടുത്ത് നിയമപ്പെട്ടകം. കൃത്യമായ അളവിലും അനുപാതത്തിലും വ്യക്തതയോടെ ഈ സമാഗമന കൂടാരം വരച്ച് എഴുതി കുറിച്ച് പണിയാൻ മുഴുവൻ ഡീറ്റെയിൽസ് മുമ്പിൽ വെച്ച് കൂടെ നിന്ന ആർക്കിടെക്ചർ കോൺട്രാക്ടറാണ് ബെസലേൽ. പിതാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈ താങ്ങിയപ്പോൾ തന്റെ അപ്പന്റെ അപ്പനായ ഹൂര്, ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശയ്ക്കൊരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു. പകൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എന്റെ തലമുറ നശിച്ചു പോകരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവട് വെക്കുക, നിലകൊള്ളുക, കൈത്താങ്ങലാകുക, കൈത്താങ്ങലാകുക, കൈത്താങ്ങലാകുക. കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ഇന്നയാള് പ്രസംഗിക്കുന്നു എന്നൊക്കെ നമ്മുടെയൊക്കെ നോട്ടീസിൽ, പോസ്റ്ററുകളിൽ, സാധാരണ നിലകളിൽ കാണുന്ന ഒരു വാക്കാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരാളെ കുറിച്ച് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്തുകൾക്കകത്ത് ഒരാളെ കുറിച്ച് അവൻ കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് റൂഫസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ആ പരാമർശം. കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. റൂഫസേ, നീ എങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായത്? നീ ആരുടെ മകനാണ്? നിന്റെ പിതാവാരാണ്? ഈ പിതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പന്മാരുടെ, അമ്മമാരുടെ എന്നല്ല, അപ്പന്മാരുടെ മേളിൽ കിടക്കുന്ന ശാപമാണ് അടുത്തടുത്ത തലമുറകളിലേക്ക് കടന്നു വരുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം മക്കളിലേക്ക്, പിതാക്കന്മാർ, അമ്മമാരെന്നല്ല. അതൊരു പുരുഷന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. മര്യാദക്കൊക്കെ ജീവിച്ചോണം പിള്ളേരെ ഓർത്ത്. എന്താണ് റൂഫസേ നീ പ്രസിദ്ധനായത്? നീ കർത്താവിൽ പ്രസിദ്ധനാകാൻ എന്താണ് കാരണം? വേറെ ആരെക്കുറിച്ചും ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ.
കാരണമുണ്ട്. എൻ്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. അത് എൻ്റെ ജീവിതമാണ്, ഞാൻ കാണുന്ന കാര്യമാണ്, ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഇങ്ങേരെക്കായാലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ. ഞാൻ ഇങ്ങേരെക്കായാലും നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. പക്ഷെ എനിക്കെന്താണ് ഇങ്ങേർക്കുള്ള ഫേവർ എനിക്കുണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് പാസ്റ്റർ അല്ല, അതിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയല്ല, അതിന് ഉത്തരം പറയുന്നത് ദൈവമാണ്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. മർക്കോസ് 15:21 ഈ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അലക്സാണ്ടറിനെയും റൂഫസിന്റെയും അപ്പനായി. മർക്കോസ് 15:21 വായിക്കാം. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവിടെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി. ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ എഴുതിയേ? ആ വ്യക്തി കുരിശ് ചുമന്ന ആളുടെ പേര് മാത്രം എഴുതിയാ പോരെ? ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ കൊണ്ടുവന്നായി? എന്നാ പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ പേരോട് എഴുതാൻ എന്താ? ഞാൻ ജനറേഷണൽ ബ്ലെസ്സിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. കുറേനക്കാരനായ ശീമോൻ ആ വയലിൽ നിന്ന് ആ മനുഷ്യൻ കയറി വരുമ്പോൾ വളരെ പുച്ഛത്തോടെയും അപമാനത്തോടെയുമാണ് ആ മനുഷ്യനെ ആ സമൂഹം നോക്കിക്കണ്ടത്. അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ ഇടയിൽ ഒരു താണജാതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ കുറേനക്കാർ എന്ന് പറയുന്നത്. എല്ലാവരും ആ കണ്ണോട് തന്നെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ക്രൂശ് താങ്ങാൻ കർത്താവിനെയും തന്റെ ശരീരത്തെയും ഒന്ന് സഹായിക്കാൻ കുറേനക്കാരനായ ശീമോൻ സഹായിച്ചത് കർത്താവായ യേശു ആ ആ ബോഡിയാണ്. ക്രൂശ് താങ്ങിയപ്പോ കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തൻ്റെ ഒരു മകൻ ഗവർണർ ആകുമെന്നും അംബാസിഡർ ആകുമെന്നും മറ്റൊരു മനുഷ്യൻ കർത്താവിൽ പ്രസിദ്ധനാകുമെന്നും. അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലന്മാർക്ക് പ്രിയപ്പെട്ടവളായി തീരുമെന്നും ഒരിക്കലും ചിന്തിച്ചതല്ല. ദൈവവേലയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ചുമൽ താങ്ങുമ്പോ, അത് ജീവിതത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ തന്നൊരു ഒരു അവസരമാണ്. കൈ കൊടുത്ത് പറഞ്ഞേ, നിനക്ക് രക്ഷപ്പെടാൻ തന്നൊരു അവസരമാണത്. അലക്സാണ്ടറും റൂഫസും കർത്താവിൽ അനുഗ്രഹീതരാകാൻ പ്രസിദ്ധരാകാനുള്ളതിന്റെ കാരണം തമ്പുരാന്റെ ക്രൂശ് താങ്ങാൻ അല്പസമയം അവസരം കിട്ടിയ അതൊരവസര. ഞാനത് പറഞ്ഞു, അതൊരവസര. അതുകൊണ്ട് ആലയത്തിന് വേണ്ടിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും നിങ്ങൾ കൈത്താങ്ങലുകൾ ചെയ്യുന്നവരാണെങ്കിൽ, യാതൊരു തരത്തിലുള്ളതായ ആത്മീയതയോ ആത്മീയ അനുഭവങ്ങളോ ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ പഠിപ്പിക്കുന്ന പഠനങ്ങൾ കേട്ടും നിങ്ങൾ തകർന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് താങ്ങിയ ശിമെയോന്റെ തലമുറയെ അനുഗ്രഹിച്ചെങ്കിൽ, മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ തലമുറയെ ആലയം പണിയാനും ആത്മീയ ശുശ്രൂഷയ്ക്കും ദിവ്യാത്മാവിനാൽ നിറച്ച്
ജ്ഞാനത്താൽ നിറച്ച് ആ ഡിവൈൻ വിസ്ഡം കൊടുത്ത് ദൈവം ഉപയോഗിച്ചെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ചർച്ച എന്ന് പറയുന്നത് അത്ര ആലയത്തിന്റെ പണികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയും പ്രാധാന്യത കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യകതയുണ്ടോ ഇതിന്? മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്ന ഇടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. കർത്താവിന് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഒരുക്കണം. അതിൻ്റെ ഒരു പ്രധാന ശുശ്രൂഷ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായാൽ, നമ്മുടെ 26 ശുശ്രൂഷയൊക്കെ നിങ്ങൾ കാണുന്നവരാണല്ലോ. അതുപോലെ ഒന്നിച്ച് കൂടി വന്ന് പെസഹ ആചരിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഇല്ല, ഇവർക്ക് ഒന്നിച്ചിരിക്കാനൊരു ഇടയില്ല. അപ്പോ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകണം, നഗരത്തിൽ ചെല്ലണം. എവിടെ? സിറ്റിയിൽ തരാം, സിറ്റിക്കകത്ത് നഗരത്തിൽ ചെല്ലണം. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. ഹല്ലേലൂയ. അവിടെ 13-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, and there shall meet you a man, not a woman, a man. സാധാരണ നിലയിൽ വെള്ളം കോരാൻ പോകുന്ന ആരാ? സ്ത്രീകളാണോ? ഉറപ്പല്ലേ? പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ, പട്ടണത്തിലോട്ട് പോകുമ്പോൾ, ഒരു പുരുഷൻ, ഒരാള് ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് നിങ്ങളുടെ എതിരെ വരും. അത് സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു പ്രവചനം പോലെ പറയുകയാണ്. അങ്ങനെ ശിഷ്യന്മാര് അവിടെ ചെന്നു. 14-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ പിന്നാലെ ചെന്നു. അവൻ കടക്കുന്നിടത്ത് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ എന്ന് ചോദിക്കുന്നു, ഗുരു ചോദിക്കുന്നു എന്ന് പറയും. ഇപ്പൊ ഇതാരുടെ ആവശ്യമാണ്? ഇതാരുടെ ആവശ്യമാണ്? ഉറക്കെ പറഞ്ഞു, ഇത് ഗുരുവിന്റെ ആവശ്യമാണ്. ഉറക്കെ പറ, ഗുരുവിന്റെ ആവശ്യം. ഇതാരുടെ ആവശ്യമാണ്? ഗുരുവിന്റെ ആവശ്യം. ആരാണ് നമ്മുടെ ഗുരു? ഉറക്കെ പറ, യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മാസ്റ്റർ. അവനാണ് നമ്മുടെ എല്ലാം. അപ്പം ഇത് ശിഷ്യന്മാരുടെ ആവശ്യമല്ല, ഇത് കർത്താവിന്റെ ആവശ്യമാണ്. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ഒരു കുടുസുമുറി, വൃത്തിഹീനമായി കിടക്കുന്ന, എലിയും പാറ്റയും ഓടുന്ന, കേറിച്ചെന്ന് കണ്ടാൽ കുത്തിയിരിക്കാൻ തോന്നാത്ത ഒരു മുറി നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനാണോ? പിന്നെ വിരിച്ചൊരുക്കിയ, ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു വൻ സെറ്റപ്പ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതെന്തിനാ വൻമാളിക? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇംഗ്ലീഷിൽ വായിക്കട്ടെ. ആൻഡ് ഹി വിൽ ഷോ യു എ ലാർജ് upper room furnished and prepared. Furnished and prepared. അങ്ങനെ ഒരെണ്ണം കൊട്ടാരക്കര ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒന്ന് കര അടിച്ച് കർത്താവ് അങ്ങനെ ഒരെണ്ണം. എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും അത്ഭുതങ്ങളൊക്കെ കാട്ടിയ കർത്താവിന് ഇത് തന്നെത്താൻ കണ്ടുപിടിച്ച് തന്നെത്താൻ ചെന്ന് ഇത് അറേഞ്ച് ചെയ്ത്
നമ്മളൊക്കെ കല്യാണം വിളിക്കുന്ന പോലെ ശിഷ്യന്മാരെ വിളിച്ചാൽ പോരായിരുന്നോ? പക്ഷെ കർത്താവ് പറഞ്ഞത്, എനിക്ക് പെസഹ ഒരുക്കാനുള്ള ശാല നിങ്ങൾ സെറ്റാക്കണം. തയ്യാറുള്ളവരെന്ന് കരമടിച്ച് കർത്താവ് ഹേയ് 10,000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, 1000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, കർത്താവിന്റെ നാമത്തെ സെലിബ്രേറ്റ് ചെയ്യത്തക്ക നിലയിൽ, ഇത് സ്വർഗത്തിന്റെ ആവശ്യമാണ്, ഇത് ദൈവരാജ്യത്തിന്റെ ആവശ്യമാണ്.